72ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് മുന്നോടിയായി പബ്ലിസിറ്റി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വള്ളംകളി കമന്ററി മത്സരം സംഘടിപ്പിച്ചു. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം 1ാം സ്ഥാനം പുന്നപ്ര സെന്റ് അലോഷ്യസ് HSSലെ ആൻമേരി ബ്രിട്ടോയും, പൊതുവിഭാഗത്തിൽ 1ാം സ്ഥാനം ഹരിപ്പാട് കല്ലുപുരയ്ക്കൽ S അജയ് കൃഷ്ണയും നേടി. ഓഗസ്റ്റ് 22-ന് ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കുന്ന 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് മുന്നോടിയായി പബ്ലിസിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കമന്ററി മത്സരം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് മിനി കോൺഫറൻസ് ഹാളിലായിരുന്നു വള്ളംകളി കമന്ററി മത്സരം നടത്തിയത്. കമന്ററി മത്സരം നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. വള്ളംകളി എന്ന് പറയുമ്പോൾ അത് വെള്ളത്തിൽ മാത്രമുള്ള ഒരു കളിയായിട്ട് ഞാനിപ്പോൾ കാണുന്നില്ല. നമ്മളിവിടെ കരയിൽ എന്തോരം പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. NTPR കമ്മിറ്റി വളരെ വാശിയോടുകൂടി ഓരോ വർഷവും ഒട്ടേറെ പരിപാടികൾ സംഘടിപ്പിക്കും. നഗരസഭയും ഒരുപാട് പരിപാടികൾ അവർ സംഘടിപ്പിക്കും. അപ്പോൾ ഇത് ഈ നാടിൻ്റെ ഒരു വലിയ മേളയാണ്. ലോകത്തെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ജലമാമാങ്കമാണ്. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന വിവിധ പരിപാടികൾ അതെല്ലാം എല്ലാവരും ആഘോഷിക്കുന്ന വെള്ളപ്പൊക്കത്തിൻ്റെ ചെറിയ വിഷമങ്ങൾ നമുക്കുണ്ട്. വല്ലാതെ വെള്ളം നമുക്ക് ആലപ്പുഴ ജില്ലയിൽ കയറിയിട്ടില്ല. പക്ഷേ നമുക്ക് ക്യാമ്പുകളൊക്കെ തുറക്കേണ്ടി വന്നെങ്കിലും ജില്ലാ അഡ്മിനിസ്ട്രേഷൻ വളരെ ഫലപ്രദമായിട്ട് ഇത്തവണത്തെ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടു എന്ന് MLA എന്നുള്ള നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് വലിയ സന്തോഷമുണ്ട്. നമുക്ക് വള്ളംകളി ഏറ്റവും വലിയ അതൊക്കെ സസ്പെൻസ് കാര്യങ്ങളെക്കുറിച്ച് എനിക്കും പറയാൻ അധികാരമില്ല. എങ്കിലും വലിയ സസ്പെൻസ് ആയിരിക്കും ഉദ്ഘാടനം എന്നൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഒന്നും പറയേണ്ട ആളുകളിൽ ആരാ വരുന്നതെന്നൊക്കെ പറയണ്ടേ. അപ്പോൾ വലിയ സസ്പെൻസ് ഉള്ള ഒരു വള്ളംകളിയായിരിക്കും ഇത്തവണ. ഉദ്ഘാടകൻ വരും. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ കയ്യൊപ്പുള്ള ഈ നെഹ്റു ട്രോഫി കൈമാറുക എന്ന് പറയുന്നത് ചരിത്രപരമായിട്ടുള്ളൊരു ദൗത്യമാണ്. അപ്പം ഈ ദൃശ്യമാധ്യമ ആവിഷ്കാരം വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ നാട്ടിൽ ഈ വള്ളംകളി പോപ്പുലറാക്കി മാറ്റിയത്. കഴിഞ്ഞ വർഷത്തെ നെഹ്റു ട്രോഫി ഫൈനൽ മത്സരത്തെ ആസ്പദമാക്കിയാണ് മത്സരാർത്ഥികൾ കമന്ററി അവതരിപ്പിച്ചത്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, പൊതുവിഭാഗം എന്നിങ്ങനെ 2 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടത്തിയത്. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 1ാം സ്ഥാനം പുന്നപ്ര സെന്റ് അലോഷ്യസ് HSSലെ ആൻമേരി ബ്രിട്ടോ കരസ്ഥമാക്കി. കുട്ടമംഗലം SNDP HSSലെ CR ബ്രൂട്ടോയ്ക്കാണ് 2ാം സ്ഥാനം. പ്രയാർ RVSM HSSലെ മുഹമ്മദ് യാസിൻ പ്രത്യേക പരാമർശം നേടി. പൊതുവിഭാഗത്തിൽ 1ാം സ്ഥാനം S അജയ് കൃഷ്ണ കല്ലുപുരയ്ക്കൽ ഹരിപ്പാട് കരസ്ഥമാക്കി. 2ാം സ്ഥാനം പുന്നപ്ര മാഴ്സ്വില്ലയിൽ ഷാഹിം മുഹമ്മദും, പ്രോത്സാഹന സമ്മാനം അധീന സോണിയും സന്തോഷ് തോമസും റോണി ജേക്കബും ജോൺ ബോസ്കോയും കരസ്ഥമാക്കി. ഓരോ വിഭാഗത്തിലും 1ഉം 2ഉം സ്ഥാനം നേടിയവർക്ക് അലീന ജ്വല്ലറി നൽകുന്ന സ്വർണ്ണ നാണയം സമ്മാനമായി നൽകും. ഭാഗ്യചിഹ്നത്തിന് പേരിട്ട AR ഷുഹൈബിന് ഡെപ്യൂട്ടി സ്പീക്കർ സ്വർണ്ണ നാണയം സമ്മാനിച്ചു. ജില്ലാ കളക്ടർ ഷാജി V നായർ ചടങ്ങിൽ അധ്യക്ഷനായി. മുൻ MLA AA ഷുക്കൂർ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ KS സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രൊഫസർ ചെറിയാൻ അലക്സാണ്ടർ, ഹരികുമാർ വാലിത്ത്, വിനോദ് കാരിച്ചാൽ എന്നിവരായിരുന്നു വിധികർത്താക്കൾ. CDNet ന്യൂസ്, കായംകുളം.